ഇനി പ്രവാസ ലോകത്തെ വാർത്തകൾ. ഒമാനിൽ ഡിജിറ്റൽ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ നിർബന്ധമായും ലൈസൻസ് നേടണമെന്ന് നിർദ്ദേശം. രാജ്യത്തിന്റെ മാധ്യമ നിയമത്തിനും എക്സിക്യൂട്ടീവ് ചട്ടങ്ങൾക്കും അനുസൃതമായാണ് ഈ ഭേദഗതി. ഇൻഫർമേഷൻ മന്ത്രാലയമാണ് ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിർദ്ദേശം നൽകിയത്. മാധ്യമപ്രവർത്തകർ, വാർത്താ അക്കൗണ്ടുകളുടെ നടത്തിപ്പുകാർ, ഇലക്ട്രോണിക് ചാനലുകൾ, ലൈസൻസുള്ള മാധ്യമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റുള്ളവർ എന്നിവർക്ക് ആവശ്യമായ ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഉടനടി പൂർത്തിയാക്കണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിച്ചു. മാധ്യമ മേഖലയെ നിയന്ത്രിക്കുന്നതിനും പ്രൊഫഷണൽ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ദേശീയ നിയമങ്ങളുമായി പൊരുത്തപ്പെടുത്തൽ ഉറപ്പാക്കുന്നതിനുമുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ സംരംഭം. രാജ്യത്തിന്റെ മാധ്യമ നിയമത്തിനും അതിന്റെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങൾക്കും അനുസൃതമായാണ് ഈ ഭേദഗതി. നിയമപരമായി അംഗീകാരം നേടാതെ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് നിയമലംഘനമാണെന്ന് മന്ത്രാലയം പറഞ്ഞു. മാധ്യമ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. പ്രസ് ആൻഡ് മീഡിയ ലൈസൻസിംഗ് വകുപ്പ്, മീഡിയ ആക്ടിവിറ്റി വകുപ്പ്, ആർട്ടിസ്റ്റിക് വർക്ക് ലൈസൻസിംഗ് വകുപ്പ് എന്നിവിടങ്ങൾ വഴി ലൈസൻസുകൾ നേടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബഹ്റൈനിൽ ബിസിനസ് തുടങ്ങാനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിച്ചു. പുതിയ സംവിധാനത്തിൽ പ്രാഥമിക അനുമതിയും അന്തിമ ലൈസൻസ് വിതരണവും ഉൾപ്പെടുന്ന 2 ഘട്ടങ്ങളായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ബഹ്റൈനിൽ ലേബർ സപ്ലൈ ഏജൻസി ലൈസൻസ് നടപടികൾ ലഘൂകരിച്ച ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി രാജ്യത്തെ തൊഴിൽ വിപണിയുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാനാണ് പുതിയ പരിഷ്കാരം ഏർപ്പെടുത്തിയത്. അപേക്ഷാഘട്ടങ്ങൾ 4 ചുരുക്കി ഡിജിറ്റൽ സേവനങ്ങൾ വിപുലപ്പെടുത്തി. അപേക്ഷകൾ വേഗത്തിൽ തീർക്കുകയും സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് പുതിയ പരിഷ്കാരത്തിന്റെ ലക്ഷ്യം. ഒരു ഏജൻസിയുടെ നേരിട്ടുള്ള മേൽനോട്ടമില്ലാതെ നിശ്ചിത കാലയളവിലേക്കോ പ്രത്യേക ജോലികൾക്കോ വേണ്ടി 3ാം കക്ഷികൾക്ക് തൊഴിലാളികളെ വിതരണം ചെയ്യാൻ അനുമതി നൽകുന്നതാണ് ലേബർ സപ്ലൈ ലൈസൻസ്. പുതിയ സംവിധാനത്തിൽ പ്രാഥമിക അനുമതിയും അന്തിമ ലൈസൻസ് വിതരണവും ഉൾപ്പെടുന്ന 2 ഘട്ടങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പുതിയ മാറ്റത്തോടെ ലൈസൻസ് ലഭിക്കുന്നതിനുള്ള സമയപരിധി 20 പ്രവൃത്തി ദിവസങ്ങളിൽ നിന്ന് 15 ദിവസമായി കുറച്ചതായി അതോറിറ്റി അറിയിച്ചു. ഇതിലൂടെ ഔദ്യോഗിക നടപടിക്രമങ്ങളുടെ സമയം ഏകദേശം 25% വരെ കുറയ്ക്കാൻ സാധിച്ചു. അപേക്ഷാ നടപടികൾ പരമാവധി 4 ഘട്ടങ്ങളാക്കി ചുരുക്കിയതോടൊപ്പം ആവശ്യമായ വിവരങ്ങൾ എല്ലാ ഔദ്യോഗിക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ സമയവും അധ്വാനവും ലാഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിഷ്കാരം നടപ്പാക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. വിവിധ വകുപ്പുകളിലായി 1300-ലധികം സേവനങ്ങൾ ഇതിനകം രേഖപ്പെടുത്തുകയും 800-ലധികം സേവനങ്ങൾ നവീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എബോള വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ UAE-യിൽ യാത്രാ നിയന്ത്രണം കർശനമാക്കി. എമിറേറ്റ്സും ഫ്ലൈ ദുബായിയും യാത്രക്കാർക്ക് അടിയന്തര ജാഗ്രതാ നിർദ്ദേശം നൽകി. എബോള വൈറസ് വ്യാപനവുമായി ബന്ധപ്പെട്ട മുൻകരുതലുകളുടെ ഭാഗമായി യാത്രക്കാർക്കായി പ്രമുഖ വിമാന കമ്പനികളായ എമിറേറ്റ്സും ഫ്ലൈ ദുബായും അടിയന്തര യാത്രാ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പല രാജ്യങ്ങളും പ്രവേശന വിലക്കും കർശന ആരോഗ്യ പരിശോധനകളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഔദ്യോഗിക ചാനലുകൾ വഴി മാനദണ്ഡങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും എമിറേറ്റ്സ് അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച യാത്രക്കാർക്ക് UAE-യിലേക്ക് പ്രവേശനമുണ്ടാകില്ല. ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ UAE-യിൽ എത്തുന്നതിന് മുൻപ് കുറഞ്ഞത് 21 ദിവസങ്ങളെങ്കിലും മറ്റ് രാജ്യങ്ങൾ കഴിഞ്ഞിരിക്കണം. കണക്റ്റിംഗ് ഫ്ലൈറ്റുകളിലോ മറ്റ് രാജ്യങ്ങൾ വഴിയോ എത്തുന്നവർക്കും ഈ നിയമം ബാധകമാണ്. UAE വഴി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന ട്രാൻസിറ്റ് യാത്രക്കാർ തങ്ങൾ ഒടുവിൽ എത്തിച്ചേരേണ്ട രാജ്യത്തെ പ്രവേശന നിയമങ്ങൾ കൃത്യമായി പാലിച്ചിരിക്കണം. യാത്ര പുറപ്പെടുന്ന വഴി ഏതായാലും ഈ പ്രവേശന ട്രാൻസിറ്റ് നിയന്ത്രണങ്ങൾ ഒരുപോലെ ബാധകമായിരിക്കുമെന്നും അടുത്ത അറിയിപ്പുണ്ടാകുന്നതുവരെ ഇത് തുടരുമെന്നും എമിറേറ്റ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രാദേശിക സർക്കാരുകളും പൊതുജനാരോഗ്യ മന്ത്രാലയങ്ങളും നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായ സുരക്ഷാ മുൻകരുതലുകൾ വിമാന കമ്പനി തുടർന്നു പോരുമെന്നും ഫ്ലൈ ദുബായ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.